മുണ്ടക്കൈ ദുരന്തം നടന്ന ആദ്യ മണിക്കൂർ മുതൽ സേവനത്തിലേർപ്പെട്ടവരാണ് ആംബുലൻസ് ഡ്രൈവർമാർ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാരാണ് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജോലി ചെയ്യുന്നത്. നിലവിളി ശബ്ദമിട്ട് 24 മണിക്കൂറും ചീറിപ്പായുന്ന ആംബുലൻസുകളാണ് കൽപ്പറ്റ, മേപ്പാടി, ചൂരൽമല, മുണ്ടക്കൈ മേഖലകളിൽ കാണാനാവുക. ദുരന്തം നടന്ന് 8 ദിവസമാകുമ്പോൾ ആദ്യ ദിനം കണ്ട പല മുഖങ്ങളും വാടിത്തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നിശ്ചയദാർഢ്യവും ആത്മാർത്ഥതയും കൈമുതലാക്കിയ സ്വകാര്യ ആംബുലൻസ് ജീവനക്കാർ രാപ്പകലില്ലാതെയാണ് ഭക്ഷണം പോലും കഴിക്കാതെ മോർച്ചറിയിലും ആശുപത്രികളിലും രക്ഷാപ്രവർത്തനം നടക്കുന്ന മേഖലകളിലുമെല്ലാം കഴിയുന്നത്. പല പാർട്സുകളായിട്ടാണ് ഞങ്ങൾക്ക് പിന്നെ കിട്ടിക്കൊണ്ടുവരുന്നത്. പിന്നെ 10 അല്ല 20 അല്ല 30 അല്ല കൂടിക്കൂടി വരുന്നത്. അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇത്രയും വലിയൊരു ദുരന്തത്തിൽ ഞങ്ങൾ മുമ്പിൽ നിന്ന് ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങൾക്കൊരു സന്തോഷം. ഞങ്ങൾ കഴിയുന്ന രീതി ഞങ്ങളെല്ലാ ആംബുലൻസ് ഡ്രൈവർമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ദുരന്തം നടന്ന ദിവസം പുലർച്ചെ എത്തിയതാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാർ. സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്താണ് മിക്ക ഡ്രൈവർമാരും ആംബുലൻസുകളിൽ ഡീസൽ പോലും അടിക്കുന്നത്. ഈ ദുരന്തം അറിഞ്ഞത് മുതൽ 30-ാം തീയതി രാവിലെ മുതൽ നമ്മളെ സന്നദ്ധ സംഘടനകൾ എല്ലാവരും കൂടി, എല്ലാ സംഘടനയും കൂടി നമ്മൾ ആംബുലൻസുകൾ ഇവിടെ എത്തിക്കുകയും അതിനുവേണ്ട എല്ലാ രക്ഷാപ്രവർത്തനവും രാപ്പകലില്ലാതെ ഓരോ നിമിഷവും ഭക്ഷണം കഴിക്കാതെ തന്നെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വാഹനം ഓടിക്കുന്നതിനു പുറമെ മൃതദേഹം എടുത്തുവെക്കാനും ഇൻക്വസ്റ്റ് നടത്താനും ബന്ധുക്കളെ സഹായിക്കാനുമെല്ലാം ഇവർ തന്നെയാണ് മുമ്പിൽ. രാപ്പകൽ വ്യത്യാസമില്ലാതെ കഴിഞ്ഞ 8 ദിവസമായി തുടരുന്ന ഈ പ്രവർത്തനം ഏറെ പ്രശംസനീയമാണ്. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 വയനാട്.